ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്വീറ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയാലോ. ഇത് വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ് കേട്ടോ. ഇത് നമുക്ക് മോർണിംഗും ഈവനിങ്ങും നമുക്ക് കഴിക്കാം. അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. 1 കപ്പ് ദോശമാവാണ് വേണ്ടത് കേട്ടോ. 1 കപ്പ് പയർ വേവിച്ചെടുക്കണം. 1 കപ്പ് തേങ്ങ, 1/4 കിലോ ശർക്കര അല്ലെങ്കിൽ കരുപ്പട്ടി, 2 സ്പൂൺ നെയ്യ്, 2 ഏലക്ക, പിന്നെ ഡ്രൈ ഗ്രേപ്സും കാഷ്യൂനട്ട്, കപ്പലണ്ടിയൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കാം. പാൻ അടുപ്പത്ത് വയ്ക്കുക. 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഗ്രേപ്സ്, കപ്പലണ്ടി, കാഷ്യൂനട്ട് ഇതൊക്കെ നമുക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഫ്രൈ ചെയ്യാം. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇതിലേക്ക് നമുക്ക് പയർ ചേർക്കണം. പയർ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ചേർക്കണം. നന്നായിട്ട് വേവിച്ച പയറാണ് ചേർക്കേണ്ടത്. തേങ്ങ ചേർക്കണം. അതിൻ്റെ കൂടെ ശർക്കര അല്ലെങ്കിൽ കരുപ്പട്ടി, ഇത് കരുപ്പട്ടിയാണ് കേട്ടോ, പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു ചേർന്നോളും. അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ പൊടിയും ചേർക്കാം കേട്ടോ. ശർക്കര പൊടി, കരുപ്പട്ടി പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം. 2 ഏലക്ക കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഏലക്ക ചതച്ചിട്ടാണ് ചേർക്കേണ്ടത്. 2 എള്ള്, ചുക്കുപൊടി എല്ലാം കൂടെ നമുക്ക് ചേർക്കാം. ചേർത്ത് ഇതിനെ നന്നായിട്ട് നമുക്ക് വഴറ്റണം, നന്നായിട്ട് യോജിപ്പിക്കണം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇഡലി പാത്രം എടുക്കുക. അതിലേക്ക് വെള്ളം ചേർക്കുക. വെള്ളം ചേർത്ത് ഇഡലി തട്ട് വെച്ച് ആദ്യം നമുക്ക് 1 സ്പൂൺ ദോശമാവാണ് ചേർക്കേണ്ടത്. ഇഡലി പാത്രത്തിൽ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഫില്ലിങ്സ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, പയറും ശർക്കരയും അല്ലെങ്കിൽ കരുപ്പട്ടിയും എല്ലാം ചേർത്തത്, തേങ്ങയൊക്കെ ചേർത്തത്, അത് സകലം വെച്ചാൽ മതിയേ. അതിൻ്റെ മുകളിൽ 1 സ്പൂൺ ദോശമാവ് കൂടെ നമുക്ക് ചേർക്കണം. ഇതുപോലെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം 1 സ്പൂൺ ദോശമാവ്, സകലം ഫില്ലിങ്, പിന്നെ അതിൻ്റെ മുകളിൽ 1 സ്പൂൺ ദോശമാവ് കൂടെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇഡലി തട്ടിലില്ലേ, ഇതിലെല്ലാം കൂടെ നമുക്ക് ഒഴിക്കാം. ഇത് വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്സുമാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, നമുക്ക് സപ്പറായിട്ടും കഴിക്കാം. പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഇതാണ്ട് ഇഡലി പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. എന്നിട്ട് തണുത്തോട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് എടുക്കണം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ.